നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ കുറച്ചധികം ട്രിക്കുകളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷനൊക്കെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ അപ്ഡേഷൻ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഈ പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേഷൻ ചെയ്യാമെന്നാണ് ഒന്നാമത്തെ ട്രിക്കായിട്ട് പറയാൻ പോകുന്നത്. അതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ ലോഗോ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ സാധിക്കും സെറ്റിങ്സ് എന്ന്. നമ്മൾ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എബോവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എബോവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പ്ലേ സ്റ്റോർ വെർഷൻ എന്ന്. നമ്മൾ ഇവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ ഗോയിറ്റ് കൊടുത്താൽ മതി. അത് ഞാൻ അപ്ഡേഷൻ ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ അപ്ഡേഷനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോയിറ്റ് ഇല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ അപ്ഡേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലയധികം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. അപ്പോൾ സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാമെന്നൊരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരിക. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലിപ്കാർട്ട് എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ് ഫ്ലിപ്കാർട്ട്. തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മേലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ആഡ് ടു ഹോം സ്ക്രീൻ എന്ന്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്നുണ്ടാവും. നമ്മൾ എന്നിട്ട് അവിടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്ലിപ്കാർട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് ലൈറ്റ് ഇവിടെ ഹോം സ്ക്രീനിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് ഫ്ലിപ്കാർട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ, നമ്മൾ മൊബൈൽ ഫോണിൽ കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കലാണ് പതിവ്. പക്ഷേ നമ്മളുടെ മൊബൈൽ ഫോണിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. അതിനായി നമ്മളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മേലേക്ക് പോവുക. എല്ലാവരുടെയും മൊബൈൽ ഫോണിലുണ്ടാകും സെക്യൂരിറ്റി എന്നൊരു സംഭവം. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് മേലേക്ക് പോവുക. എന്നിട്ട് നമുക്കിവിടെ ആപ്പ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും, കിഡ്സ് സ്പേസ് എന്ന് കാണാൻ സാധിക്കും, പിന്നെ ഇവിടെ പ്രൈവറ്റ് സേഫ് എന്ന് കാണാൻ സാധിക്കും. ഈ പ്രൈവറ്റ് സേഫിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗൂഗിളിൽ പലയധികം കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു. ഇന്ന് കണ്ടു, ഇന്നത് എന്താണ്, ഇന്നത് എന്താ സംഭവം എന്നൊക്കെ നമ്മളിങ്ങനെ കുറേ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ലോഡായി വരാൻ കുറേ താമസം എടുക്കും. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം താഴെയായിട്ട് കുറേ സംഭവങ്ങളുണ്ടാവും, കുറേ ലിങ്കുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും കുറേ അധികം താമസം ഉണ്ടാവും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ ഞാനിത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ബെസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്തു. ഇത് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലോഡായി വന്നു. എന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ബെസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ 2022 എന്ന് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിവ്യൂ പേജ് എന്ന്. നമ്മളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ പേജ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ലോഡായി വരണം. ഇങ്ങനെ ആയി പോകുമ്പോഴത്തേന് കുറേ താമസം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മളിത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പ്രീവ്യൂ പേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ തന്നെ ഇങ്ങനെ പ്രീവ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും കാണാതെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആരും കാണാതെ നമ്മൾ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ യൂട്യൂബിലാണെങ്കിലും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കുറേ അധികം വീഡിയോ കാണുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യും. നമുക്കിവിടെ കാണാൻ സാധിക്കും 2 കണ്ണാടിയും ഒരു തൊപ്പിയുള്ള സംഭവം. ഇത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫുള്ള് ബ്ലാക്കായി. ഇനി നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യും. ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണ്. google.com എന്ന് സെർച്ച് ചെയ്തു. ഞാനിത് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഗൂഗിൾ വന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താക്കും, ഡയറക്റ്റായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ന്യൂ ടാബ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോകും. അപ്പോൾ നമ്മളുടെ വിചാരം എന്താണ്, ഇൻ ടാബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാരും കാണില്ല എന്നൊക്കെയാണ് നമ്മളുടെ വിചാരം. പക്ഷേ ഇതങ്ങനെയല്ല.
അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് മറ്റാരും കാണില്ല എന്നാണ് നമ്മളുടെ മനസ്സിലുള്ള ഇരിപ്പ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗൂഗിളിലുള്ള അവരുടെ സിസ്റ്റം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അവരത് കണ്ടതിന് ശേഷം അത് നമ്മൾ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ സെർച്ച് ചെയ്ത് അതെല്ലാം ആ സിസ്റ്റത്തിൽ ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.